യമനിൽ വൻ സൈനിക നീക്കം. ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബോംബാക്രമണം നടത്തി ഔദ്യോഗിക യമൻ ഭരണകൂടം. പിന്നാലെ സൗദി അറേബ്യയിലെ വിമാനത്താവളത്തിനു നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളും അഴിച്ചുവിട്ട ഹൂതി വിമതർ. ഇറാന്റെ ഔദ്യോഗിക വിമാനം യമൻ ആകാശപരിധി ലംഘിച്ച് സനയിൽ ഇറങ്ങുന്നത് തടയാനാണ് വിമാനത്താവളത്തിന്റെ റൺവേ തങ്ങൾ ബോംബിട്ട് തകർത്തതെന്ന് സൗദി അറേബ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച യമൻ സർക്കാർ അറിയിച്ചു. മുൻ ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ പോയ ഹൂതി പ്രതിനിധി സംഘവുമായി വന്ന വിമാനമായിരുന്നു ഇത്. എന്നാൽ ആക്രമണങ്ങളെ തുടർന്ന് ഈ വിമാനം ഹൂതികളുടെ തന്നെ നിയന്ത്രണത്തിലുള്ള ഹൊദൈദ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ട് സുരക്ഷിതമായി ഇറക്കി. സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ സൗദി അറേബ്യയാണെന്ന് ഹൂതികൾ ആരോപിച്ചു. വർഷങ്ങളായി നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ ഇതോടെ അവസാനിച്ചതായി പ്രഖ്യാപിച്ച ഹൂതികൾ സൗദിയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ശക്തമായ ആക്രമണം നടത്തി. യമൻ വിമതർ തങ്ങളുടെ അതിർത്തി ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വിജയകരമായി തകർത്തതായി സൗദി സഖ്യസേന വ്യക്തമാക്കി. സനായിലെ സംഘർഷങ്ങൾക്കിടെ അന്താരാഷ്ട്ര റെഡ് ക്രോസ് സമിതിയുടെ ഒരു വിമാനവും അതിലെ പൈലറ്റുമാരെയും ഹൂതികൾ വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ചിരിക്കുന്നതായി യമൻ വാർത്താവിനിമയ മന്ത്രാലയം കുറ്റപ്പെടുത്തി. അമേരിക്കയും ഇറാനും തമ്മിൽ പശ്ചിമേഷ്യയിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ നടക്കുന്നതിനിടയിലാണ് യമനിലും വീണ്ടും യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നത്. 2022 ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറാണ് ഈ പുതിയ സംഭവ വികാസങ്ങളോടെ പൂർണ്ണമായും തകർന്നത്. ഇത് മേഖലയിൽ വലിയൊരു യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയിലാണ് രാജ്യാന്തര സമൂഹം.